ഈ ജാതി മത വ്യത്യാസം കൂടാതെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് തമ്മിൽ വിവാഹം കഴിക്കാൻ പറ്റുന്നതാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് എന്നാണ് പൊതുവിലുണ്ടായിരുന്നൊരു വിശ്വാസം. ഇപ്പോൾ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ ഒരു വിധി വന്നിരിക്കുന്നു. ഒരു മുസ്ലിം പെൺകുട്ടി മതം മാറാതെ അന്യമതത്തിൽപ്പെട്ട ഒരാളെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിക്കാൻ നോക്കിയപ്പോൾ അതിനുള്ള അധികാരമില്ല, അവകാശം ആ പെൺകുട്ടിക്കില്ല എന്ന് പറയുന്നു. എത്ര വിചിത്രമായ വിധിയാണ് അത്. അത്ര വിചിത്രം എന്ന് നമുക്ക് തോന്നാം, പക്ഷേ അതിന് അദ്ദേഹം ആ ജഡ്ജ്മെൻറ്റിൽ നിരത്തിയ ന്യായങ്ങളുണ്ട്. ഇത് സംഭവിച്ചത് ഒരു മുസ്ലിം ആൺകുട്ടി, മുസ്ലിം പെൺകുട്ടി, ഇവർ പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞാണ് മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ പോകുന്നത്. അവർക്ക് മാരേജ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല, മാതാപിതാക്കൾ സമ്മതിക്കുന്നില്ല, പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ. അപ്പോൾ മാരേജ് രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ ആർക്ക് വേണമെങ്കിലും ഒബ്ജെക്ഷൻ രേഖപ്പെടുത്താം. ഈ കല്യാണം സകല മാരേജ് ആക്ടിനും നിങ്ങൾക്ക് ഒബ്ജെക്ഷൻ രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളിപ്പോൾ ഹിന്ദു ചടങ്ങനുസരിച്ച് കല്യാണം കഴിച്ചു, എന്നിട്ടത് രേഖയാക്കാനായിട്ട് രജിസ്റ്റർ ചെയ്യുമല്ലോ. രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ കുഴപ്പമില്ല. രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ വേറൊരാൾക്ക് വന്ന് ഒബ്ജെക്ഷൻ ഫയൽ ചെയ്യാം. അവിടെ ഈ പെൺകുട്ടി നേരത്തെ തന്നെ കല്യാണം കഴിച്ചിരുന്നു, അത് മറച്ചു വെച്ചിട്ടാണ് ഈ കല്യാണം നടന്നിരിക്കുന്നത് എന്ന് പറയും. ഇതുപോലെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ച് ആൾക്കാർ ചെല്ലുമ്പോൾ രജിസ്ട്രാർ 1 മാസത്തെ നോട്ടീസ് കൊടുക്കും. ആർക്കെങ്കിലും ഒബ്ജെക്ഷൻ ഉണ്ടെങ്കിൽ ഫയൽ ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഒബ്ജെക്ഷൻ ഫയൽ ചെയ്യാം. ഈ നമ്മുടെ പൊതുവേ ഉള്ളൊരു ധാരണയാണ് ആണിനും പെണ്ണിനും ചുമ്മാ വീട്, അവർ പോയി രജിസ്റ്റർ കല്യാണം കഴിച്ചു, രജിസ്റ്ററൊക്കെ ചെയ്ത് കാണും, അത് ഒരുമിച്ച് താമസിച്ചോളാം എന്ന് പറഞ്ഞൊരു കരാറ് മാത്രമാണ്. അതിപ്പോൾ പൊതുവെ എല്ലാവർക്കും അറിയാം. ഞാൻ ഈ കല്യാണം കഴിഞ്ഞ് 40-40 വർഷം കഴിഞ്ഞിട്ട് ഒരാൾ എന്നെ ഫോണിൽ വിളിച്ച് കൺസൾട്ട് ചെയ്തു. അപ്പോൾ ആ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കല്യാണം കഴിച്ചിട്ടേ ഇല്ല. അല്ല, ഞങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു അതൊക്കെ ഉണ്ടാവാം, പക്ഷേ ഒരു വാലിഡ് മാരേജ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. 40 വർഷമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല, നിങ്ങളങ്ങ് ജീവിച്ചോ, വെറുതെ വേണ്ടാത്തതിന് പോകണ്ട. ഇതാണ് എൻ്റെ അഡ്വൈസ്. പിന്നെ പ്രാക്ടീസിങ് വക്കീലിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യുദ്ധം നടത്താം എന്നൊക്കെ പറഞ്ഞു വിട്ടു. അപ്പോൾ പലർക്കും ഈ ഒരു ധാരണയുണ്ട്, പോയി അങ്ങോട്ട് രജിസ്റ്റർ ചെയ്തു, സത്യം ഇവരെ കൊണ്ടൊരു കടലാസിൽ ഒരു മുദ്രപത്രത്തിൽ ഒപ്പിടിക്കും. അത് വെറും ഒരുമിച്ച് ജീവിക്കാനുള്ളൊരു കോൺട്രാക്റ്റ് മാത്രമാണ്. പല കോൺട്രാക്റ്റും 30 ദിവസം കഴിയുമ്പോൾ എക്സ്പയർ ചെയ്യുന്ന രീതിയിലായിരിക്കും എഴുതിയിരിക്കുക. എഴുത്തുകാരൻ എന്ത് എഴുതിയെന്ന് അയാൾക്കല്ലേ അറിയാവുള്ളൂ. ഇവർ ഇപ്പോൾ കല്യാണം കഴിക്കണം എന്നുള്ള വാശിക്കാണല്ലോ ഈ പോകുന്നത്. എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് കിട്ടിയാൽ മതി, സ്വർഗ്ഗരാജ്യമായി എന്ന് പറഞ്ഞു. ഇത് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ സ്വർഗ്ഗരാജ്യം മാറിയിട്ട് ഭൂമിയിലിറങ്ങുമല്ല. അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ഇതുപോലെ ഇവർ രണ്ടും, ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, ഹിന്ദു പെൺകുട്ടി, പോയി കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഒബ്ജെക്ഷൻ പറഞ്ഞു. ഒന്ന്, ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് സകലവിധ ആഭരണങ്ങളും ക്യാഷും എടുത്തിട്ട് ഇവൻ്റെ കൂടെ പോയി താമസിക്കുകയാണ്, എന്നിട്ടാണ് ഈ രജിസ്ട്രേഷൻ വന്നിരിക്കുന്നത്. നമ്പർ 2, ഈ പെൺകുട്ടി ഇങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഫാമിലിയും സമുദായ ഭ്രഷ്ടരാകും. ഹിന്ദു സമാജം ഞങ്ങളുടെ ആ സമാജം ഞങ്ങളെ അംഗീകരിക്കില്ല, പിന്നെ ഞങ്ങൾ ഭ്രഷ്ടരായി പോകും. അതുകൊണ്ട് ഈ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ട് പോകാൻ പോലും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഈ ആണും പെണ്ണും കൂടെ ഹൈക്കോടതിയിൽ വന്നത്, ഞങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം, രജിസ്റ്റർ ഓഫീസിൽ പോയി മാരേജ് രജിസ്റ്റർ ചെയ്യാൻ അച്ഛനും അച്ഛൻ്റെ ആൾക്കാരും സമ്മതിക്കുന്നില്ല, പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി ഞങ്ങൾക്ക് പോകാൻ അനുവദിക്കണം. ഇതാണ് അവരുടെ പെറ്റീഷൻ. അപ്പോൾ കോടതി ഇത് നോക്കിയിട്ട് പറഞ്ഞു, ഈ മാരേജ് ഇൻവാലിഡാണ്. 3 തരം മാരേജുണ്ട്. ഒന്ന് വാലിഡ്, വേറൊന്ന് ഇൻവാലിഡ്, വേറൊന്ന് വോയിഡ്. വോയിഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു കല്യാണമേ നടന്നിട്ടില്ല, നടക്കാൻ പാടില്ല എന്നാണ് തീരുമാനിക്കുക. വാലിഡ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇൻവാലിഡ് എന്ന് പറയുന്ന സാധനമുണ്ട്, അത് വോയിഡബിൾ ആണ്. ഈ ഭാര്യയോ ഭർത്താവോ പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ അത് കല്യാണം അല്ലാതെയാകും. അല്ലെങ്കിൽ അവർക്ക് ഇൻവാലിഡ് മാരേജുമായിട്ട് അവർക്ക് ജീവിച്ചു പോകാം. അതിലുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവിൻ്റെ സ്വത്തിന്മേൽ ഭാര്യയ്ക്ക് അവകാശം സ്ഥാപിക്കാൻ പറ്റില്ല ഓട്ടോമാറ്റിക്കലി.
അതേസമയം കുട്ടികൾക്ക് അവകാശം കിട്ടുകയും ചെയ്യും. ഇതാണ് ഇൻവാലിഡ് മാരേജിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഇൻവാലിഡ് മാരേജിൽ ആർക്കെങ്കിലും പരിക്ക് പറ്റാൻ ഭാവിയിൽ സാധ്യതയുണ്ടെങ്കിൽ അത് ഭാര്യയ്ക്കാണ്. നാട്ടുകാർക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇൻവാലിഡ് മാരേജ് കഴിച്ചു അതുകൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കൊരു ഇതുമില്ല അതിനകത്ത്. ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, ഇവർക്ക് മാത്രമേ റോളുള്ളൂ ആ ഇൻവാലിഡ് മാരേജ്. അതിൽ നഷ്ടം ഭാര്യയ്ക്കായിരിക്കും. ഇതൊക്കെ വരാൻ പോകുന്നത് ഈ വിവാഹമോചനത്തിൻ്റെ സമയത്ത് അപ്പോഴൊക്കെയാണ്. അല്ലെങ്കിൽ ഇതൊരു വാലിഡ് മാരേജ് പോലെ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പല മാരേജും ഇൻവാലിഡാണ്. ഈ ഓടിപ്പോയി കല്യാണം കഴിച്ചതിൻ്റെ ഒരു 90% ഇൻവാലിഡ് മാരേജുകളാണ്. പിന്നെ ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴാണ് ഇതൊക്കെ പൊങ്ങി വരുന്നത്. ഇതാരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇവരുടെ കല്യാണം ഒരു ഇവൻ്റാകും നാട്ടിൽ. അവൻ ക്രിസ്ത്യാനി, അവൾ നായർ, അവർ ഒളിച്ചോടിപ്പോയി അവർ രജിസ്റ്റർ മാരേജ് കഴിച്ച് ഇപ്പോൾ എന്ത് ചെയ്യാനാണെന്നേ എന്നൊക്കെ പറയും. കഴിഞ്ഞു. സമൂഹത്തെ സമയത്തോളം 3 ദിവസത്തെ വാർത്ത. ഇത് കഴിഞ്ഞ് പിന്നെ ഇവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്ന ആരും നോക്കാറൊന്നുമില്ല. ഇവർ മിക്കവാറും ആ സ്ഥലം വിട്ട് വേറെ സ്ഥലത്ത് പോകുന്നു, ജീവിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ വയസ്സുകാലത്തായിരിക്കും ഈ ഇൻവാലിഡ് മാരേജിൻ്റെ ഇടകൂടമൊക്കെ കയറി വരുന്നത്. അപ്പോൾ ഇത് കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞു ദിസ് ഈസ് ഗോയിങ് ടു ബി ആൻ ഇൻവാലിഡ് മാരേജ്. കാരണം സ്പെഷ്യൽ മാരേജ് ആക്ടിലും പറഞ്ഞിട്ടുണ്ട് ഈ പ്രിവെൻറ്റഡ് റിലേഷൻസ് പാടില്ല. പ്രിവെൻറ്റഡ് റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞ് കുറേ റിലേഷൻഷിപ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരാൾ അമ്മയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, അച്ഛൻ മരിച്ചു, അമ്മയെ കല്യാണം, അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? നോ. ആണും പെണ്ണുമാണ്, ഞങ്ങൾ സ്വതന്ത്രരാണ്, തേങ്ങയാണ് പോടാന്ന് പറയും. സോ ദർ ആർ ഈ പ്രിവെൻറ്റ് ചെയ്ത കുറേ റിലേഷൻഷിപ്സ് ഉണ്ട്. അമ്മ, അമ്മയുടെ അനിയത്തി, അച്ഛൻ, അച്ഛൻ്റെ അനിയൻ, അത് ഇതെല്ലാം 2 ഷെഡ്യൂളായിട്ട് സ്പെഷ്യൽ മാരേജ് ആക്ടിൽ ഡീറ്റെയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. മകനെ കല്യാണം കഴിക്കാൻ പാടില്ല, മകൻ്റെ മകനെ കല്യാണം കഴിക്കാൻ പാടില്ല, ഇങ്ങനെ ഒരുപാട് ഓൾ സോർട്സ് ഓഫ്. നമ്മൾ ആ ഷെഡ്യൂൾ വായിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. ഇങ്ങനെയൊക്കെ റിലേഷൻ പോസിബിൾ ആണോ ആളുകൾ ചിന്തിക്കുമോ പോലും സ്വപ്നത്തിൽ പോലും ആലോചിക്കാത്തത്. പക്ഷേ സ്വപ്നത്തിൽ പോലും നമ്മൾ ആലോചിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് നിയമം ഉണ്ടാക്കിയവർക്ക് ഇത് ആലോചിക്കാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ ഇടപെടങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അതിൻ്റെ ലംബ ലിസ്റ്റുണ്ട്. പക്ഷേ അതിൽ റിലിജിയൻ പറയുന്നില്ല. അവിടെയാണ് മധ്യപ്രദേശ് ഹൈക്കോടതി സുപ്രീം കോടതിയുടെ ഒരു വിധി എടുത്തിട്ട് ആ വിധി അതേപടി അദ്ദേഹം അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇസ്ലാം നിയമം അനുസരിച്ച് ഒരു മുസ്ലിമിന് ഈ പറഞ്ഞ ഹിന്ദുവിനെയോ അല്ലെങ്കിൽ പാഴ്സി തീ ആരാധിക്കുന്ന ഫയർ വർഷിപ്പേഴ്സ്, ഐഡൽ വർഷിപ്പേഴ്സ്, ഈ 2 പേരെ വിവാഹം ചെയ്തുകൂടാ. വേണമെങ്കിൽ ജൂതനെയും ക്രിസ്ത്യാനിയും കല്യാണം കഴിക്കുന്നത് ആണ് കഴിച്ചാൽ കുഴപ്പമില്ല, പെണ്ണിന് പറ്റില്ല. പെണ്ണ് കഴിച്ചാൽ അത് ഇൻവാലിഡ് മാരേജ് ആയിട്ട് മാറും. ഇങ്ങനെയൊക്കെ കുറേ കുഴപ്പങ്ങൾ. അത് മുല്ലാസ് മുഹമ്മദൻ ലോ എന്ന് പറഞ്ഞിട്ട്, അതാണല്ലോ ഈ ശരീഅത്ത് നിയമം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നിയമമില്ല. മുല്ലയുടെ പാഴ്സിയായിരുന്നു ദിൻഷാ മുല്ല. അദ്ദേഹം എഴുതിയ മുഹമ്മദൻ ലോയാണ് മുസ്ലിങ്ങൾ ഫോളോ ചെയ്യുന്നത്. അത് ഒരു മുസ്ലിം പണ്ഡിതൻ എഴുതിയ നിയമം പോലും അല്ല, പാഴ്സിയാണ് എഴുതിയത്. ബോംബെയിലെ വലിയ നിയമത്തിനായിരുന്നു ദിൻഷാ മുല്ല. അദ്ദേഹമാണ് തയ്യാറാക്കിയത്. അതനുസരിച്ചാണ് പോകുന്നത്. അപ്പോൾ ദിൻഷാ മുല്ലയുടെ മുഹമ്മദൻ ലോ അനുസരിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു മുസ്ലിം ആണിന് വേണമെങ്കിൽ കിതാബി എന്നാണ്, കിതാബുണ്ടല്ലോ അവർക്ക്, ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും കല്യാണം കഴിക്കാം. പക്ഷേ ഐഡലേറ്റേഴ്സിനോ ഫയർ വർഷിപ്സിനോ പാടില്ല. അപ്പോൾ ഈ മുസ്ലിം ഇയാൾ കല്യാണം കഴിക്കണമെങ്കിൽ ഈ പെൺകുട്ടി ഹിന്ദുവാണ്, ഇവൾ മതം മാറണം. ഇവർ കോടതി പറഞ്ഞു ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ സ്വന്തം മതത്തിൽ ഉറച്ചു നിൽക്കും. അതെ, ഈ കേസിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കാര്യം അതാണ്. കോടതി പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിവിൻ റിലേഷൻഷിപ്പ് ആകാം. ഇപ്പോൾ ഇവർ പറഞ്ഞു ഇല്ല, ലിവിൻ പറ്റില്ല, ഞങ്ങൾ കല്യാണം കഴിക്കണം. കോടതി പറഞ്ഞു ഇൻവാലിഡ് മാരേജിന് അനുമതി തരാൻ കോടതിക്ക് പറ്റില്ല. അതിന് പോലീസ് പ്രൊട്ടക്ഷൻ തരാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഇൻവാലിഡ് ഓർ വോയിഡ് ഈവൻ. അങ്ങനത്തേന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഇങ്ങനെ നിയമവിരുദ്ധമായ ഒരു കാര്യത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുമോ? ഇവരാണെങ്കിൽ ഇതിൽ ഉറച്ചു നിൽക്കുന്നു. പെണ്ണ് പറയുന്നു ഞാൻ മതം മാറുന്നില്ല, ആണ് പറയുന്നു അവൾ മതം മാറി, ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ മതത്തിൽ തന്നെ നിൽക്കുന്നു, ഞങ്ങൾക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിക്കാൻ അർഹതയുണ്ട് എന്ന് അവരുടെ വക്കീൽ വാദിച്ചു.
അർഹതയില്ല എന്ന് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് വെച്ച് ജഡ്ജി എഴുതി. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ലിവ് ഇൻ റിലേഷൻഷിപ്പ് പറ്റില്ല, മതം മാറുകയുമില്ല, ആ സ്ഥിതിക്ക് ഈ പരിപാടിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തരാൻ ഞാൻ തയ്യാറില്ല. കാരണം നിയമവിരുദ്ധമായ ഒരു കാര്യത്തിന് കോടതി പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പോലെ ആയിപ്പോകും. ദെയർഫോർ പെറ്റീഷൻ ഫെയിൽസ് ആൻഡ് ഇറ്റ് ഈസ് ഡിസ്മിസ്ഡ്. ഞാൻ സംശയിച്ചു നോക്കട്ടെ, സാധാരണഗതിയിലൊരു ഹിന്ദു പെൺകുട്ടി മുസ്ലിം ചെറുപ്പക്കാരൻ ലവ് ജിഹാദ് എന്നൊക്കെ പറയാം. സാധാരണ സംഭവിക്കുന്ന ഉടനെ ആ പെൺകുട്ടിയെ മതം മാറ്റി ഇസ്ലാമിലേക്ക് മാറ്റും. അതാണ് നമ്മുടെ നാട്ടു നടപ്പ്. നമ്മൾ എത്രയോ കേസുകൾ കേട്ടിരുന്നു. പക്ഷേ ഈ കേസിൽ രണ്ട് കൂട്ടരും, ആ ചെറുപ്പക്കാരനും പറയുന്നു, പെൺകുട്ടിയും പറയുന്നു, ഞങ്ങളുടെ മതം വിടുന്നില്ല, ഞങ്ങൾക്ക് സ്പെഷ്യൽ മാരേജ് ആക്ടിൻ്റെ പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയുന്നു. അത് അനുവദിക്കുന്നില്ല. ഈ അവരെന്ത് ചെയ്യും? പിന്നെ മതം മാറണോ? ഇല്ല, അവർക്കൊരു കാര്യം ചെയ്യാം, അവർക്ക് ഒരുമിച്ച് താമസിക്കാം, വിവാഹം രജിസ്റ്റർ ചെയ്യണ്ട, നത്തിങ് വിൽ ഹാപ്പൻ, നോബഡി വിൽ ഡിസ്റ്റർബ്. ഇതിപ്പോൾ ഈ അച്ഛൻ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ ഇതുപോലത്തെ പ്രശ്നത്തിൽ അച്ഛന്മാർ, എനിക്ക് കുറഞ്ഞത് ഒരനുഭവമെങ്കിലും ഉണ്ട്. അച്ഛൻ ആദ്യം എടുക്കുന്ന കണ്ടൻഷൻ, ഇവൾ ആഭരണവും കാശും തട്ടിക്കൊണ്ട് പോയി, ഒളിച്ചോടിപ്പോയി. ഇവർ ചെയ്യുന്നത് ഒരു കത്തെഴുതി വയ്ക്കും, ഞാൻ ഇന്നാരുടെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞിട്ട് കത്തെഴുതി വയ്ക്കും. ചിലപ്പോൾ എഴുതാതെ തന്നെ പോകും. പോയി കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ ആദ്യം പിടിക്കാൻ പറ്റിയ പോയിൻ്റ് എന്താ? വീട്ടിൽ നിന്ന് കാശും പണ്ടവും ഒക്കെ അടിച്ചുകൊണ്ട് പോയി, മോഷണം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് കേസ്. ഇപ്പോൾ ഈ കേസിലും അത് തന്നെയാണ് അച്ഛൻ്റെ കണ്ടൻഷൻ. ഫസ്റ്റ് കണ്ടൻഷൻ, വീട്ടിൽ നിന്ന് ജ്വല്ലറി ആൻഡ് ക്യാഷ് ഇത് കടത്തിക്കൊണ്ട് പോയിട്ട് അവൻ്റെ കൂടെ പോയി താമസിക്കുകയാണ്, എന്നിട്ട് രജിസ്റ്റർ ചെയ്യാൻ നോക്കുന്നു. ഞാൻ സമ്മതിക്കില്ല. നമ്പർ 2, എനിക്ക് സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്, ഐ വിൽ ബി ത്രോൺ ഔട്ട് ഓഫ് മൈ സൊസൈറ്റി. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദം. ആ വാദത്തിലേക്കൊന്നും കോടതി പോയതേയില്ല. കോടതി ഇത് പറഞ്ഞു, ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇതിവിടെ വെച്ച് തീരുകയാണെങ്കിൽ അവരുടെ വിധി. അതല്ല, ഇഫ് ദേ ആർ റിസോഴ്സ്ഫുൾ, അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ഈ പെൺകുട്ടിക്ക് 23 വയസ്സാണ്, ആൺകുട്ടിക്കും 23 വയസ്സാണ്. പെൺകുട്ടിക്ക് ജോലിയൊന്നുമില്ല. ആൺകുട്ടി ഹീ ഈസ് ഡൂയിങ് സം പ്രൈവറ്റ് ജോബ് എന്നാണ് ആ ജഡ്ജ്മെൻറ്റിൽ എഴുതിയിരിക്കുന്നത്. പ്രൈവറ്റ് ജോബ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചില്ലറ വരുമാനം കിട്ടുന്നു. അതുകൊണ്ട് അവർക്ക് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റുമോ എന്നെനിക്ക് സംശയമുണ്ട്. അൺലെസ് ഹെൽപ്പ് ബൈ സം പബ്ലിക് സ്പിരിറ്റഡ് പേഴ്സൺസ്. ഒരിക്കലെങ്കിലും സുപ്രീം കോടതിയിൽ ഇത്തരം കാര്യം പോയിട്ട് ഈ പ്രിവെൻറ്റഡ് റിലേഷൻസിൽ മതം പെടുന്നില്ല എന്നും കൂടെ ഒരു വ്യാഖ്യാനം സുപ്രീം കോടതിയിൽ വരുത്തിയാൽ വൺസ് ഫോർ ഓൾ ഇതിന് സൊല്യൂഷൻ ആവുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയിലൊക്കെ ഏതെങ്കിലും വിധികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ വിധി വന്നു, അത് കേരളത്തിൽ ബാധകമല്ല, അത് മധ്യപ്രദേശിന് മാത്രമാണ് ബാധകം. അപ്പോൾ കേരളത്തിൽ ഈ സിമിലർ ഇൻസിഡൻസ് ഉണ്ടാവുകയും അതിൽ മധ്യപ്രദേശ് ഹൈക്കോടതി വിധി കോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത് ആർഗ്യൂ ചെയ്തിട്ട് കേരള ഹൈക്കോടതി എന്തായിരിക്കും വിധി വരുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഇതിന് ഫൈനൽ സൊല്യൂഷൻ വരേണ്ടത് സുപ്രീം കോടതി. അല്ല, ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ ഈ ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്ന നടക്കുന്ന ആളുകൾക്ക് ഇതൊരു ബലം കൊടുക്കും. നീ മതം മാറിയില്ലെങ്കിൽ ഈ കല്യാണമേ നടക്കില്ല, അതുകൊണ്ട് എൻ്റെ മതത്തിലേക്ക് വന്നു എന്ന് പറയാൻ സഹായിക്കുന്നൊരു ടൂളായിട്ട് ഇത് മാറത്തില്ലേ? അതെ, അവർക്കൊരു അഡീഷണൽ ആർഗ്യുമെൻ്റ് കിട്ടുന്നു. അഡീഷണൽ ആർഗ്യുമെൻ്റ് അത് ദുർബലമാണ്. അത് കാരണം ഈ ലവ് ജിഹാദൊക്കെ നടക്കുന്നത് ഈ കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല. അതിന് മുമ്പ് തന്നെ മെൻ്റലി ഈ പെൺകുട്ടി ഏകദേശം അടിമയായി കഴിയും. പിന്നെ ഇവന് എന്ത് പറയുന്നു അത് ചെയ്യുന്ന രീതിയിൽ 2 അടി കൊടുത്താൽ അല്ലെങ്കിൽ ഒരു തവണ ബലാത്കാരത്തിന് വിധേയമായാൽ ഇവരുടെ ഈ മുറയിൽ തകരില്ല. നിസ്സഹായ ഒരു പെൺകുട്ടി ചെന്നായ്ക്കളുടെ നടുവിൽപ്പെട്ട ആട്ടിൻകുട്ടി പോലെയാണ്. പിന്നെ അത് ചെന്നായ്ക്കൾ എന്ത് പറയുന്നു അനുസരിക്കുക, ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് വീട്ടുകാർ വിളിച്ചാലും നാട്ടുകാർ വിളിച്ചാലും ഒന്നും ഇവർ ഇറങ്ങി വരാത്തത്. ദേ നോ ദാറ്റ് ഐ ഹാവ് നോ ഫ്യൂച്ചർ നൗ, ദർ ഈസ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ സമൂഹത്തിനും കഴിയുന്നില്ല. അത്രയ്ക്ക് കെട്ടുറപ്പ് സമൂഹത്തിനുമില്ല. ഇന്നും ഇപ്പോൾ ഈ ചാരിത്രഭ്രംശം അത് വലിയൊരു കാര്യമാണ് സമൂഹത്തിൽ. അതിൻ്റെ സ്റ്റിഗ്മ ഭയങ്കരമാണ്. ആ സ്റ്റിഗ്മ മാറാത്തിടത്തോളം ഈ പെൺകുട്ടിക്ക് വേറൊരു രക്ഷയില്ല എന്ന് അവൾ കരുതുന്നു. പെട്ടുപോയി ഞാൻ, ഇനിയിപ്പോൾ എനിക്ക് രക്ഷയില്ല. രക്ഷയുണ്ട് വാസ്തവത്തിൽ, പക്ഷേ അതവൾക്ക് വിശ്വാസമാകുന്നില്ല. അങ്ങനൊരു വിശ്വാസം കൊടുക്കാൻ കൂടെയുള്ളവർക്കോ സമാജത്തിനോ സാധിക്കുന്നില്ല. സോ ദേ ആർ ട്രാപ്ഡ്. അല്ലാതെ ഈ മാരേജ് ഇൻവാലിഡായി പോവും,
ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് സ്വത്തൊന്നും കിട്ടില്ല കേട്ടോ, അതുകൊണ്ട് നീ മുസ്ലിം ആകണം. അത് ശരിയാണല്ലോ നിയമപരമായിട്ട്. ഇങ്ങനെ ഇറ്റ്സ് നോട്ട് ആൻ ഇൻ്റലിജൻറ്റ് ഡിസിഷൻ അല്ല, അങ്ങനെ ഇറ്റ്സ് ഓൾ ഇമോഷണൽ. മുസ്ലിം ആയാലും സ്വത്ത് കിട്ടത്തില്ലല്ലോ സ്ത്രീക്ക്. മുസ്ലിം ആയാലും കുറച്ചെങ്കിലും ഒക്കെ കിട്ടും. മറ്റേതെന്ന് പറഞ്ഞാൽ ഇൻവാലിഡ് മാരേജിൽ ഒന്നും കിട്ടില്ല. മുസ്ലിമായി കഴിഞ്ഞാൽ 6-1, 3-1, ചിലപ്പോൾ പകുതി, ആ ഇതനുസരിച്ച് ഫോർമുല അനുസരിച്ച് കിട്ടും. ഇതൊന്നും കിട്ടില്ല. ഇൻവാലിഡ് മാരേജ് ആണ് നീ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവും. അപ്പോൾ പ്രണയത്തെക്കാൾ വലുത് മതമാണെന്ന് പറയുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ആയുധമാണ് ഈ പ്രണയത്തെക്കാൾ വലുത് മതമാണ് എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതെ അതെ, അവരാണ് ഇത് പ്രയോജനപ്പെടുത്താൻ പോവുക. മാത്രമല്ല ഈ കാൽക്കുലേറ്റഡ് പ്രണയം നടത്തുന്നവരുമുണ്ട്. ഇയാളുടെ കാസ്റ്റ്, ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മക്കൾക്കും സംവരണം കിട്ടും. അതുകൊണ്ട് ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് ചെറുക്കനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കും. ഞാനവരെ കുറ്റം പറയല്ലേ കേട്ടോ. ദേ ആർ കാൽക്കുലേറ്റിംഗ് ദെയർ ലൈഫ് ആൻഡ് ദേ ആർ ലീഡിങ് എ സക്സസ്ഫുൾ ലൈഫ്, സെക്യൂർ ലൈഫ്. മക്കൾക്ക് സംവരണം കിട്ടും, ജോലിയിൽ സംവരണം കിട്ടും, പിന്നെ മിശ്രവിവാഹിതർ എന്നുള്ള ഗുണം ഇവർക്ക് കിട്ടും. സർക്കാരിൻ്റെ ഒരുപാട് ഒരേ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ കൊടുക്കാതിരിക്കുക, ട്രാൻസ്ഫർ ടു ദ ചോയ്സസ്റ്റ് പ്ലേസ്, ഇതുപോലെ ഒരുപാട് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഇങ്ങനെ കാൽക്കുലേറ്റഡ് മിശ്രവിവാഹം നടത്തുന്ന ആൾക്കാരുണ്ട്. ആൻഡ് സക്സസ്ഫുള്ളി ദേ ആർ ലീഡിങ്, നത്തിങ് റോങ് ഇൻ ദാറ്റ് കേട്ടോ. പക്ഷേ ഇവർ ഈ ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്നതിൽ ഇറ്റ് ഈസ് നോട്ട് കാൽക്കുലേറ്റഡ് ഓർ ഇൻ്റലിജൻറ്റ് ഡിസിഷൻ, ഇറ്റ് വാസ് ഓൾ ഇമോഷണൽ ഡിസിഷൻ ആൻഡ് ദേ ആർ ലൂസിങ് ദെയർ ലൈഫ്. അതിനേക്കാൾ എത്രയോ ഭേദമാണ് ഈ കാൽക്കുലേറ്റഡ് പ്രണയം നടത്തുന്നവർ. കാൽക്കുലേറ്റഡ് പ്രണയമാണ്, പക്ഷേ കാൽക്കുലേറ്റഡ്. അവരൊന്നിച്ച് ജീവിക്കും, വേറെ ഇൻറ്റൻഷൻ ഒന്നുമില്ല, വേറെ ഇൻറ്റൻഷൻ, സെക്യൂർ ആവുമെന്ന് മാത്രമേ ഉള്ളൂ. സെക്യൂർ ആകുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർ കറക്റ്റ് ഒരാളെ നോക്കി നോട്ടമിട്ട് അവൻ്റെ പിന്നാലെ നടന്ന് അവനെ വരുതിക്കാക്കി. നമ്മൾ എത്ര കാണുന്നു. അല്ല, അതിൽ തെറ്റെന്താ? അതിൽ തെറ്റില്ലല്ലോ. ബട്ട് ഇതിൽ സംഭവിക്കുന്നത് ഇവർ നിസ്സഹായരായിട്ട് കീഴടങ്ങി പോകുന്നതാണ് ലവ് ജിഹാദിൽ സംഭവിക്കുന്നത്. ഇറ്റ്സ് എ വെരി പത്തറ്റിക് സീരിയസ്. മധ്യപ്രദേശിലെ ആ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും നമുക്ക് അഭിനന്ദിക്കാം. അവർ എന്തിനു വേണ്ടിയാണെങ്കിലും സ്വന്തം മതവിശ്വാസങ്ങളെ ബലി കഴിച്ച് ഞങ്ങൾക്ക് ഭാര്യ, അവർ മതം മാറി കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ. അതെ, ഈ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ്റെ ഹർജി വെച്ചിട്ട് നമ്മൾ അഭിനന്ദിക്കാനൊക്കെ വരട്ടെ. ഇതിൻ്റെയൊക്കെ പുറകിൽ വേറെയും ഒരുപാട് സാധനങ്ങളുണ്ടാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.